സാംസങ്ങിൻ്റെ M44 5G എന്ന പുതിയൊരു സ്മാർട്ട് ഫോൺ ഇന്ത്യൻ മാർക്കറ്റിൽ ലോഞ്ച് ചെയ്യാൻ പോകുന്നുണ്ട്. ഈ ഫോണിൻ്റെ ഫീച്ചേഴ്സിനെ പറ്റിയിട്ടുള്ള പല കാര്യങ്ങളും ഇപ്പോൾ പറയാൻ കഴിഞ്ഞിട്ടുണ്ട്. ഈ ഒരു വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് M44 5G എന്ന സ്മാർട്ട് ഫോണിനെ പറ്റിയിട്ടാണ്. ആദ്യം നമ്മൾ ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഡിസ്പ്ലേയുടെ കാര്യത്തിൽ ഈ ഒരു സ്മാർട്ട് ഫോണിൽ 6.6 ഇഞ്ചിൻ്റെ ഫുൾ HD+ ഡിസ്പ്ലേ വന്നേക്കാം. ഇതിൽ LCD പാനലായിരിക്കും വരിക. അമ്മയിൽ ഡിസ്പ്ലേ വരാൻ ചാൻസ് ഇല്ല. അതുമാത്രമല്ല പഞ്ചോൾ ഡിസൈനും ഇതിൽ വരാൻ ചാൻസ് ഇല്ല. വാട്ടർ ഡ്രോപ്പ് നോച്ച് ഡിസൈനുള്ള നോച്ചായിരിക്കും വരിക. പിന്നെ 120 ഹെർട്സിൻ്റെ റിഫ്രഷ് റേറ്റൊക്കെ ഇതിൽ സപ്പോർട്ട് ചെയ്തേക്കാം. അപ്പം അതിന് മാത്രം ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ഡിസ്പ്ലേ ഫീച്ചേഴ്സൊന്നും ഇതിൽ വരാൻ ചാൻസ് ഇല്ല. 120 ഹെർട്സിൻ്റെ റിഫ്രഷ് റേറ്റ് സപ്പോർട്ട് ചെയ്യുന്നതായിരിക്കും. പിന്നെ സൈഡ് മൗണ്ടഡ് ഫിംഗർ പ്രിൻറ്റ് സെൻസർ ഈ ഫോണിൽ വരുന്നതായിരിക്കും. ഈ ഫോണിൻ്റെ വെയിറ്റ് ഏകദേശം 216 ഗ്രാം വന്നേക്കാം. തിക്നെസ് 9.1 mm വന്നേക്കാം. പ്രോസസ്സറിൻ്റെ കാര്യത്തിലോട്ട് വരികയാണെന്നുണ്ടെങ്കിൽ സ്നാപ്ഡ്രാഗൺ 888 എന്ന പ്രോസസ്സർ ഇതിൽ വരുന്നതായിരിക്കും. ഇത് 2-3 കൊല്ലം മുമ്പുള്ള ഫ്ലാഗ്ഷിപ്പ് പ്രോസസ്സറാണ്. ആ മികച്ചൊരു പ്രോസസ്സറും കാര്യങ്ങളൊക്കെ ഈ ഫോണിൽ വരുന്നതായിരിക്കും. അത്ര മികച്ചൊരു ഡിസ്പ്ലേ ഫീച്ചേഴ്സ് വന്നിട്ടുണ്ടെങ്കിലും അത്യാവശ്യം നല്ലൊരു പ്രോസസ്സറും കാര്യങ്ങളൊക്കെ ഈ ഫോണിൽ വരാൻ ചാൻസ് ഉണ്ട്. ഈ ഫോണിൻ്റെ മെയിൻ ഫോക്കസ് എന്ന് പറയുന്നത് മിക്കവാറും പ്രോസസ്സർ ആയിരിക്കാൻ തന്നെയാണ് സാധ്യത. ബാക്കി ഫീച്ചേഴ്സ് അത്ര മികച്ച ഫീച്ചേഴ്സ് ആയിരിക്കാനും ചാൻസ് ഇല്ല. 5G സപ്പോർട്ടും കാര്യങ്ങളൊക്കെ ഈ ഫോണിൽ വരുന്നതായിരിക്കും. പിന്നെ സിംഗിൾ സ്പീക്കർ ആയിരിക്കും ഈ ഫോണിൽ വരിക. സ്റ്റീരിയോ സ്പീക്കേഴ്സ് ഇതിൽ വരാൻ ചാൻസ് ഇല്ല. അപ്പം അതും ഒരു കോംപ്രമൈസ് ആയിരിക്കും. ആൻഡ്രോയിഡ് 13 ബേസ് ആയിട്ടുള്ള 1 year സോഫ്റ്റ്വെയർ ഒക്കെ ഇതിൽ വന്നേക്കാം. ക്യാമറയുടെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ഫോണിൻ്റെ പിന്നിൽ ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പ് വരാനാണ് സാധ്യത. 50 മെഗാ മെയിൻ ക്യാമറ സെൻസർ ഈ ഫോണിൽ വരുന്നതായിരിക്കും. പിന്നെ 2 മെഗാ ഡെപ്ത് സെൻസറും അതുപോലെ തന്നെ 2 മെഗാ മാക്രോ ലെൻസും വന്നേക്കാം. അപ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം അൾട്രാ വൈഡ് ആംഗിൾ ലെൻസൊന്നും ഇതിൽ വരാൻ ചാൻസ് ഇല്ല. അപ്പം അതും ഒരു കോംപ്രമൈസ് ആയിരിക്കാൻ തന്നെയാണ് സാധ്യത. 13 മെഗാ സെൽഫി ക്യാമറയും ഇതിൽ വന്നേക്കാം. 5000 mAh ബാറ്ററി വരുന്നതായിരിക്കും. 25 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജ് സപ്പോർട്ടായിരിക്കും വരിക. അതുപോലെ തന്നെ ടൈപ്പ് സി ചാർജിംഗ് പോർട്ടും ഇതിൽ വന്നേക്കാം. മിക്കവാറും ഫോണിൻ്റെ ബോക്സിൽ ചാർജർ ഉണ്ടാവില്ല. ചാർജർ സെപ്പറേറ്റ് മേടിക്കേണ്ടി വരും. ഇതൊക്കെയാണ് ഫീച്ചേഴ്സിനെ പറ്റി പറയാനുള്ള കാര്യങ്ങൾ. പിന്നെ പറയേണ്ട ഒരു കാര്യം എന്താ വെച്ചാൽ ഇപ്പോഴത്തെ കൊറിയയിൽ സാംസങ് ജംപ് 3 എന്ന പേരിൽ ഒരു സ്മാർട്ട് ഫോൺ ലോഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇന്ത്യൻ മാർക്കറ്റിൽ ആ ഒരു ഫോൺ റീബ്രാൻഡ് ചെയ്തിട്ടായിരിക്കും M44 5G എന്ന പേരിൽ ലോഞ്ച് ചെയ്യുക എന്നാണ് ഇപ്പോഴുള്ള റിപ്പോർട്ടുകൾ പറയുന്നത്. ലോഞ്ച് ഡേറ്റിൻ്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ലോഞ്ച് ഡേറ്റ് ഒന്നും ഇപ്പോൾ കൺഫേം ആയിട്ടില്ല. അതിനെ പറ്റിയിട്ടുള്ള ന്യൂസുകളൊക്കെ വരുമ്പോൾ അതിനെ പറ്റിയിട്ടുള്ള വീഡിയോസൊക്കെ നമ്മൾ ചെയ്യുന്നതായിരിക്കും. അതുപോലുള്ള വീഡിയോസ് കാണാൻ താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാവുന്നതാണ്. പിന്നെ വിലയുടെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ കൊറിയൻ മാർക്കറ്റിലൊക്കെ ഈ ഒരു ജംപ് 3 എന്നുള്ള സ്മാർട്ട് ഫോൺ 27,800 രൂപ പ്രൈസ് റേഞ്ചിലായിട്ടാണ് ലോഞ്ച് ചെയ്തിട്ടുള്ളത്. ഇന്ത്യൻ മാർക്കറ്റ് ചിലപ്പം ഈ ഫോണിൻ്റെ വില അത്രയും വന്നോളണം എന്നില്ല. എന്നാലും ഒരു 22,000 to 25,000 രൂപ പ്രൈസ് റേഞ്ചിലായിട്ട് ഈ ഫോൺ നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാവുന്നതാണ്. ഈ ഒരു ഫോണിൻ്റെ സ്ട്രോങ് പോയിന്റ് എന്ന് പറയുന്നത് പ്രോസസ്സർ ആയിരിക്കും. പക്ഷേ ബാക്കി ഫീച്ചേഴ്സിൽ ഇതിൽ പല കോംപ്രമൈസും കാര്യങ്ങളൊക്കെ വന്നേക്കാം. ഇപ്പം ഡിസ്പ്ലേയുടെ കാര്യത്തിൽ LCD ഡിസ്പ്ലേ വരാൻ ചാൻസ് ഉള്ളൂ. വാട്ടർ ഡ്രോപ്പ് നോച്ച് ഡിസൈൻ ആയിരിക്കും വരിക. അതുപോലെ തന്നെ ക്യാമറയുടെ കാര്യത്തിൽ അൾട്രാ വൈഡ് ആംഗിൾ ലെൻസ് വരാൻ ചാൻസ് ഇല്ല. സിംഗിൾ സ്പീക്കറേ വരുള്ളൂ. ഇങ്ങനെ പല കോംപ്രമൈസും ഇതിൽ വന്നേക്കാം. എന്നാലും നല്ലൊരു പ്രോസസ്സറും കാര്യങ്ങളൊക്കെ ഇതിൽ വരുന്നതായിരിക്കും. ഇതുപോലെ സാംസങ്ങിൻ്റെ മികച്ചൊരു പ്രോസസ്സറുമായിട്ട് വരുന്ന എന്നാൽ ബാക്കി കാര്യങ്ങളിൽ കോംപ്രമൈസ് വരുന്ന ഒരു ഫോൺ നിങ്ങൾ സെലക്ട് ചെയ്യൂ എന്നുള്ള കാര്യം ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. എന്തായാലും സാംസങ്ങിൻ്റെ M44 5G എന്ന പുതിയൊരു സ്മാർട്ട് ഫോൺ ലോഞ്ച് ചെയ്യാൻ പോകുന്നുണ്ട്. ഈ ഒരു ഫോണിനെ പറ്റിയിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായം ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ ഇന്ത്യൻ മാർക്കറ്റിൽ ഈ ഒരു സ്മാർട്ട് ഫോൺ നിങ്ങൾ ഏത് പ്രൈസിങ്ങിലാണ് എക്സ്പെക്റ്റ് ചെയ്യുന്നത് എന്നുള്ള കാര്യം കൂടി ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക.